നമസ്കാരം. നിലപാട് ആരംഭിക്കുന്നു. 1949 വിഖ്യാത ഇംഗ്ലീഷ് നോവലിസ്റ്റ് ജോർജ് ഓർവെലിന്റെ അവസാന കൃതിയായ 1984 പുറത്തിറങ്ങിയത്. സമഗ്രാധിപത്യത്തിലും ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ നിരീക്ഷണത്തിലും അമരുന്ന ജനതയുടെ ജീവിതം പ്രവചന സ്വഭാവത്തോടെ എഴുതിവെച്ചു ഓർവെൽ. ടെലിസ്ക്രീനിലൂടെ ജനങ്ങളെ നിരീക്ഷിച്ചിരുന്ന ബിഗ് ബ്രദർ ഇന്ന് ഒരു കഥാപാത്രം മാത്രമല്ല. ജനാധിപത്യ രാജ്യങ്ങൾ തന്നെ അധികാര കേന്ദ്രീകരണത്തിന്റെ ഓർവീലിയൻ മാതൃകകളായി മാറിയിരിക്കുന്നു. ഇപ്പോഴിത് പറയാൻ കാരണം സർവൈലൻസ് സ്റ്റേറ്റിനെ കുറിക്കുന്ന ഓർവീലിയൻ എന്ന സംജ്ഞ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ്. പെഗാസസ് ചാരവൃത്തിയിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള 46 പേജുള്ള സുപ്രീം കോടതി ഉത്തരവ് ആരംഭിക്കുന്നത് ഓർവെലിന്റെ 1984 ഉദ്ധരിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു രഹസ്യം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് തന്നെ മറച്ചു പിടിക്കേണ്ടി വരും എന്ന വാചകം. ഇന്ത്യൻ പൌരന്മാർക്ക് മേലുള്ള നിയമവിരുദ്ധ ചാരവൃത്തി അനുവദിക്കാനാകില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നതാണ് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനും ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ഹിമ കോഹ്ലി എന്നിവർ അംഗങ്ങളുമായ 3-അംഗ ബെഞ്ചിന്റെ വിധി. പെഗാസസ് എന്ന ഇസ്രയേലി നിർമ്മിത ചാര സോഫ്റ്റ്വെയർ പത്രപ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും ഫോണുകളിൽ പ്ലാന്റ് ചെയ്ത് അവരെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കി എന്ന ആരോപണത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പൌരന്മാരുടെ സ്വകാര്യതയും അഭിപ്രായ സ്വാതന്ത്ര്യവും അടക്കമുള്ള മൌലികാവകാശങ്ങൾ മാനിക്കുന്നില്ല എന്ന സാഹചര്യത്തിൽ ഈ ജുഡീഷ്യൽ ഇടപെടലിന്റെ പ്രാധാന്യം വലുതാണ്. ഇരുട്ട് നിറഞ്ഞ കാലത്ത് പ്രകാശരേഖയായി മാറുന്നു ചീഫ് ജസ്റ്റിസിന്റെ കോടതിയുടെ ഈ ഉത്തരവ്. പെഗാസസിന്റെ നേരിട്ടുള്ള ഇരകളാണ് പരാതിക്കാരെന്നും പൌരന്മാരുടെ സ്വകാര്യതയും മാധ്യമ സ്വാതന്ത്ര്യവും സംരക്ഷിക്കൽ കോടതിക്ക് പരമപ്രധാനമാണെന്നും ഈ ഉത്തരവ് വ്യക്തമാക്കുന്നു. ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് തങ്ങളുടെ കടമയാണ് എന്ന് അടിവരയിടുകയാണ് കോടതി. പെഗാസസ് ചാരവൃത്തി സംബന്ധിച്ച അന്വേഷണം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് RV രവീന്ദ്രൻ, 1976 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥൻ അലോക് ജോഷി, ISO ചെയർമാൻ ഡോക്ടർ സന്ദീപ് ഒബ്രോയ് എന്നിവരടങ്ങുന്ന മേൽനോട്ട സമിതിയെയും സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന 3-അംഗ സാങ്കേതിക സമിതിയെയുമാണ് കോടതി നിശ്ചയിച്ചത്. ജഡ്ജിമാർ നേരിട്ട് വിലയിരുത്തിയാണ് അംഗങ്ങളെ തീരുമാനിച്ചത്. സർക്കാർ വിദഗ്ധ സമിതിയെ വെച്ച് അന്വേഷിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇത് കോടതി തള്ളി. അത് നിയമതത്വങ്ങളുടെ ലംഘനമാകുമെന്ന് പറഞ്ഞ കോടതി പക്ഷപാതിത്വമില്ലാത്ത അന്വേഷണമാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. നീതി നടപ്പായാൽ മാത്രം പോരാ, നീതി നടപ്പായി എന്ന് ജനങ്ങൾക്ക് തോന്നുക കൂടി വേണം എന്നും പറഞ്ഞു വെച്ചു ചീഫ് ജസ്റ്റിസ്. സർക്കാർ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ കേസിൽ സർക്കാരിന്റെ തന്നെ അന്വേഷണ സംഘം അന്വേഷണം നടത്തുക എന്നത് പരിഹാസ്യമായ കാര്യമാണ്. ഇവിടെ അത് കോടതി അനുവദിച്ചില്ല. സ്വതന്ത്ര അന്വേഷണത്തിന് കളമൊരുക്കി കോടതി. കോടതിയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം. ഈ ഉത്തരവ് പൌരന്മാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. സമഗ്രാധിപത്യ സ്വഭാവം കാണിക്കുന്ന ഒരു സർക്കാർ ജനാധിപത്യ അവകാശങ്ങളെ ഞെരിച്ചമർത്തിയാൽ അത് ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ജുഡീഷ്യറി ഉണ്ടാവുക എന്നത് ഒരനിവാര്യതയാണ്. ഇടക്കാലത്ത് ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ദുർബലപ്പെട്ടുവെന്ന നിരാശ സമൂഹത്തിനുണ്ടായിരുന്നു. ജസ്റ്റിസ് NV രമണ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം വന്ന പല വിധികളും സ്വതന്ത്ര ജുഡീഷ്യറിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കും പ്രതീക്ഷകൾക്കും ബലം പകരുന്നതാണ്. കോവിഡ് വാക്സിൻ പോളിസി മാറ്റാനും സൌജന്യ വാക്സിൻ നൽകാനും മോദി സർക്കാർ നിർബന്ധിതമായത് കോടതി നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ്. കോവിഡ് ബാധിച്ചു മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിടുകയാണുണ്ടായത്. ഉത്തർപ്രദേശ് സർക്കാരിന് കർഷകരെ വണ്ടി കയറ്റിക്കൊന്ന മന്ത്രിപുത്രനെ സംരക്ഷിക്കാൻ കഴിയാതെ പോയത് സുപ്രീം കോടതിയുടെ കണിശമായ നിലപാട് കൊണ്ടാണ്. പൌരന്മാരുടെ മൌലികാവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സർവൈലൻസ് സ്റ്റേറ്റായി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന സന്ദേശമാണ് പെഗാസസ് വിധി. ഈ വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാനും സത്യം കണ്ടെത്താനും കോടതി നിർബന്ധിതമാകുകയായിരുന്നുവെന്ന് ഉത്തരവിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ കോടതിക്ക് ഇത് ചെയ്യേണ്ടി വരില്ലായിരുന്നുവെന്നും. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണ സമിതിയെ വെക്കാൻ നിർബന്ധിതമായ 7 സാഹചര്യങ്ങൾ കോടതി വിവരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: 1. പൌരന്മാരുടെ സ്വകാര്യതയും അഭിപ്രായ സ്വാതന്ത്ര്യവും ഹനിക്കപ്പെട്ടു എന്ന് പരാതി ഉണ്ട്. അത് ഗൌരവതരമായി പരിശോധിക്കപ്പെടണം. 2. നിരീക്ഷണവും ചാരപ്രവർത്തനവും രാജ്യത്തെ മുഴുവൻ പൌരന്മാരെയും ബാധിക്കുന്നതാണ്. 3. ചാരപ്രവർത്തനം നടന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ കൃത്യമായ വിവരമോ നിലപാടോ അറിയിച്ചില്ല. 4. വിദേശ രാജ്യങ്ങളും ഏജൻസികളും ഇടപെട്ടു എന്ന് ആരോപണമുണ്ട്.
5 മറ്റൊരു രാജ്യമോ അവരുടെ ഏജൻസികളോ ഈ രാജ്യത്തെ പൗരന്മാരെ നിരീക്ഷണത്തിലാക്കിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. 6 പൗരന്മാരുടെ അവകാശങ്ങളിൽ സർക്കാർ കടന്നുകയറുന്നു എന്ന് ആക്ഷേപമുണ്ട്. 7 റിട്ട് ജൂറിസ്ഡിക്ഷന്റെ പരിമിതി. ഇത് വിശദമായ പരിശോധനയും അന്വേഷണവും ആവശ്യമുള്ള വിഷയമാണ്. പെഗാസസ് വിഷയത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടില്ലായ്മയെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. കേസിലെ കക്ഷിയായ യൂണിയൻ ഓഫ് ഇന്ത്യ വിവരങ്ങൾ നൽകാതിരിക്കാനാണ് ശ്രമിച്ചത് എന്ന് കോടതി പറയുന്നു. രാജ്യസുരക്ഷയ്ക്ക് ഹിതകരമല്ലാത്ത വിവരങ്ങളൊന്നും ആരായില്ല എന്ന് സോളിസിറ്റർ ജനറലിനോട് പലവട്ടം വ്യക്തമാക്കിയിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ആവർത്തിച്ച് ഉറപ്പുകൾ നൽകിയിട്ടും അവസരങ്ങൾ കൊടുത്തിട്ടും ഒരു പരിമിത സത്യവാങ്മൂലം മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. വിഷയത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന യാതൊന്നും ആ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നില്ല. വസ്തുതകളെക്കുറിച്ച് വ്യക്തത വരുത്താനോ നിലപാട് പറയാനോ കേന്ദ്ര സർക്കാർ സന്നദ്ധമായില്ല എന്ന് കോടതി തുറന്നടിച്ചു. സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ദുർബല ന്യായീകരണങ്ങളാണ് നിരത്തിയത് എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ. ദേശീയ സുരക്ഷ എന്ന വാദത്തിൽ എല്ലാത്തിനും എല്ലാ കാലത്തും ആനുകൂല്യം തരാനാകില്ല എന്ന കോടതി പരാമർശം സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. ദേശീയ സുരക്ഷ എന്ന വാക്കുയർത്തി ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് തടി തപ്പുക എന്ന സ്ഥിരം തന്ത്രം ഇക്കുറി വിലപ്പോയില്ല. ദേശീയ സുരക്ഷ എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം കോടതി ഒരു വിഷയത്തിൽ ഇടപെടാതെ അറച്ചു നിൽക്കില്ല എന്നും കോടതിയെ മൂകസാക്ഷിയാക്കാമെന്ന് കരുതേണ്ടെന്നും കൂടി ഖണ്ഡിതമായി പറഞ്ഞു ഈ ഉത്തരവ്. This is an issue where the government of India is attacking the national security of the country. Right? Our data, Indian data, data especially of senior people being handed to a foreign country is an attack on the national security of this country. So if it is true that this data is held outside India, data of our chief election commissioner, our opposition leaders, our chief minister is held outside India, then the government of India has attacked India itself. 7 കാര്യങ്ങളാണ് അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങളായി കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. പെഗാസസ് ഇന്ത്യൻ പൌരന്മാർക്ക് മേൽ പ്രയോഗിച്ചോ? ആരൊക്കെയാണ് ആക്രമണത്തിന് ഇരയായത്? 2019 വാട്സ്ആപ്പ് മുഖേന പെഗാസസ് ഇന്ത്യയിൽ പ്രയോഗിക്കപ്പെട്ടു എന്ന വിവരം കിട്ടിയതിനു ശേഷം കേന്ദ്ര സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? ഇന്ത്യൻ പൌരന്മാരുടെ മേൽ പ്രയോഗിക്കാനായി പെഗാസസ് സോഫ്റ്റ്വെയർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ സർക്കാർ ഏജൻസികളോ വാങ്ങിയിട്ടുണ്ടോ? സർക്കാർ പെഗാസസ് ഉപയോഗിച്ച് പൌരന്മാരെ നിരീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏത് നിയമവും ഏത് ചട്ടവും ഏത് മാർഗരേഖയും അനുസരിച്ചാണ്? രാജ്യത്തെ ഏതെങ്കിലും വ്യക്തി പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ? അതിനുള്ള അനുമതി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് കോടതി പരിശോധിക്കുന്നത്. ഇനി അന്വേഷണ സമിതിക്ക് ഇതിനപ്പുറമുള്ള എന്തെങ്കിലും പരിശോധിക്കാൻ തോന്നിയാൽ അതും പരിശോധിക്കാം. ഇതിനു പുറമെ പൌരന്മാരുടെ സ്വകാര്യത, അഭിപ്രായ സ്വാതന്ത്ര്യം, സൈബർ സുരക്ഷ തുടങ്ങിയവ ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും സമിതിയോട് കോടതി ആരാഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നിരീക്ഷണ പദ്ധതി മാത്രമല്ല, ഇനി ഉണ്ടായേക്കാനിടയുള്ള മാസ് സർവൈലൻസ് പ്രോജക്ടുകളും കൂടി മുന്നിൽ കണ്ടാകണം പൌരന്മാരുടെ അവകാശ സംരക്ഷണത്തിന് കോടതി നിർദ്ദേശങ്ങൾ ആരാഞ്ഞിരിക്കുക. രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഉത്തരവിലൂടെ കോടതി. അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വവുമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടെ നിയമവാഴ്ച നിലവിലുണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രധാനം. നിയമം അനുശാസിക്കുന്ന വിധത്തിലല്ലാതെ ഒരു പൌരനെയും നിരീക്ഷിക്കാൻ പാടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി. വിവേചനരഹിതമായി ആരെയും എങ്ങനെയും നിരീക്ഷണത്തിൽ വെക്കാമെന്ന് കരുതിയാൽ അത് നടപ്പില്ല. ജനാധിപത്യ വിരുദ്ധതയും അസഹിഷ്ണുതയും കൊടികുത്തി വാഴുന്ന ഇക്കാലത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രസക്തിയും അനിവാര്യതയും കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നുവെന്നത് ശുഭോദർക്കമാണ്. മാധ്യമങ്ങൾ ജനാധിപത്യ സംവിധാനത്തെ താങ്ങി നിർത്തുന്ന പ്രധാന തൂണാണെന്നും അത് വൈറ്റൽ പബ്ലിക് വാച്ച് ഡോഗായി തുടരേണ്ടതുണ്ടെന്നുമാണ് കോടതി പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ നിരീക്ഷണ വലയത്തിലായാൽ, അവരുടെ മേൽ ചാരപ്രവർത്തനം നടന്നാൽ അത് കൃത്യവും ആശ്രയിക്കാവുന്നതുമായ വിവരങ്ങൾ നൽകുന്നതിനുള്ള മാധ്യമങ്ങളുടെ ശേഷിയെ തന്നെ ബാധിക്കും. ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തലാകുമത്. മാധ്യമ സ്വാതന്ത്ര്യത്തെ തന്നെ മരവിപ്പിച്ചു കളയുന്നതാണ് ഇത്തരം ചാരപ്രയോഗങ്ങൾ. പത്രപ്രവർത്തകരുടേത് മാത്രമല്ല, എല്ലാ പൌരന്മാരുടെയും സ്വകാര്യത പ്രധാനമാണ്. സർവൈലൻസും അതിനെക്കുറിച്ചുള്ള അറിവും ഭീതിയും ജനങ്ങളെ അവരുടെ അവകാശങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് തടയും എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. പൌരന്മാരുടെ മൌലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന ഘട്ടത്തിലാണ് നീതിപീഠത്തിന്റെ അനിവാര്യ ഇടപെടൽ സംഭവിച്ചിരിക്കുന്നത്. 2017 പുട്ടസ്വാമി കേസിൽ
സ്വകാര്യത മൌലികാവകാശമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 21 ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ ജുഡീഷ്യറി സ്വകാര്യതയെ കാണുന്നത്. കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പോലെ പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടും പെഗാസസ് വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ആ സർക്കാർ ഇനി കോടതി വെച്ചിരിക്കുന്ന വിദഗ്ധ സമിതിക്ക് മുന്നിൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജനങ്ങളോടോ പാർലമെന്റിനോടോ കോടതിയോടോ ഈ കാര്യത്തിൽ വസ്തുതകൾ വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന ഔദ്ധത്യപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ എടുത്തിട്ടുള്ളത്. ഭരണഘടനാ സംവിധാനത്തോട് ഒരു പ്രതിപത്തിയുമില്ലാത്ത ഒരു ഭരണകൂടം ഇനി അങ്ങോട്ടും നിസ്സഹകരണം തുടർന്നാലോ? ഒരു കേസിലെ കക്ഷി വ്യക്തമായ ഉത്തരം നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ കക്ഷിക്കെതിരെ നിഗമനത്തിലെത്താനുള്ള അധികാരം കോടതിക്കുണ്ട് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ അത്രത്തോളം കടുത്ത നിലപാട് സുപ്രീം കോടതി എടുത്തിട്ടില്ല. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണണം. പെഗാസസ് ചാരവൃത്തി ഭരണകൂടത്തിന് സംശയമുള്ളവരിൽ നടത്തിയ വെറും നിരീക്ഷണമോ ഫോൺ ചോർത്തലോ മാത്രമല്ല. രാജ്യസുരക്ഷ അടിസ്ഥാനപ്പെടുത്തിയല്ല, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അനുസൃതമായ ചോർത്തലാണ് അവിടെ നടന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സവിശേഷമായ ഇടപെടൽ പെഗാസസ് വഴി നടത്തിയിട്ടുണ്ട്. ഇസ്രയേലി ചാര സോഫ്റ്റ്വെയറിനെ ഒരു പൊളിറ്റിക്കൽ ടൂളാക്കുകയാണ് സർക്കാർ ചെയ്തത്. എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമല്ല, BJP നേതാക്കളും ചാരവലയത്തിലായിരുന്നു. ബിഗ് ബ്രദർ ഒന്നും കാണാതിരുന്നിട്ടില്ല എന്ന് ചുരുക്കം. Pegasus is an attempt to crush Indian democracy. It's an attempt to make sure that the vibrancy of the democracy, the conversation that takes place in a democracy are... എന്താണ് പെഗാസസ് ഉപയോഗിച്ച് ചെയ്തത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഭരണകൂടങ്ങൾ പൌരന്മാർക്ക് മേൽ നടത്തുന്ന ചാരപ്രവർത്തനം എത്ര വിപുലമാണ് എന്ന് വെളിവാക്കുന്നതാണ് പെഗാസസ് പ്രോജക്ട് നൽകുന്ന വിവരങ്ങൾ. ഇസ്രായേൽ കമ്പനിയായ NSOയുടെ ചാര സോഫ്റ്റ്വെയർ ആയ പെഗാസസ് ഫോണിൽ കടത്തിവിട്ടാണ് വിവരങ്ങൾ ചോർത്തുന്നത്. ഞങ്ങൾ വിശ്വാസ്യതയുള്ള സർക്കാരുകൾക്ക് മാത്രമേ ഈ സോഫ്റ്റ്വെയർ വിറ്റിട്ടുള്ളൂ എന്ന് NSO ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വിവിധ രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ മാത്രമാണ് പെഗാസസിന്റെ ഉപയോക്താക്കൾ. ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സൈബർ നുഴഞ്ഞുകയറ്റം കൂടിയാണിത്. വാട്സ്ആപ്പ് കോളുകളുടെ വൾണറബിലിറ്റി മുതലെടുത്ത് വാട്സ്ആപ്പിലെ മിസ്ഡ് കോൾ വഴിയോ ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്യുക വഴിയോ പെഗാസസ് എന്ന ട്രോജൻ സോഫ്റ്റ്വെയറിന് ഒരാളുടെ ഫോണിൽ പ്രവേശിക്കാം. സീറോ ക്ലിക്ക് ഐ മെസ്സേജ് എക്സ്പ്ലോയിറ്റും നടന്നിട്ടുണ്ട്. ആപ്പിളിന്റെ ഐ മെസ്സേജിലെ പിഴവ് മുതലെടുത്താണിത്. ഫോണിന്റെ ഉപയോക്താവ് ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതെ തന്നെ ചാര സോഫ്റ്റ്വെയർ ഫോണിൽ സ്ഥാപിക്കാൻ കഴിയും. ഫോണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെഗാസസിന് ആ ഫോണിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും. മെസ്സേജുകളും കോളുകളും കോപ്പി ചെയ്ത് അയക്കാനും ഉപയോക്താവിന്റെ ഓഡിയോയും വീഡിയോയും റെക്കോർഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. ചുരുക്കത്തിൽ പെഗാസസ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫോണിന്റെ നിയന്ത്രണം ദൂരെയിരിക്കുന്ന മറ്റൊരാൾക്കായിരിക്കും. ഫോണിന്റെ ഉടമസ്ഥന്റെ ഓരോ ചലനവും സംസാരങ്ങളും എല്ലാം നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇതുപോലെ നെറ്റ് വയർ എന്ന ട്രോജൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് രാജ്യത്തെ പ്രമുഖ അക്കാദമിക് പണ്ഡിതരുടെ ലാപ്ടോപ്പുകളിൽ വ്യാജ തെളിവുകൾ ക്രിയേറ്റ് ചെയ്ത് അവരെ ഭീമ കൊറേഗാവ് കേസിൽ കുടുക്കിയത്. ഭീമ കൊറേഗാവ് കേസിൽ വേട്ടയാടപ്പെടുന്നവർക്ക് മേൽ പെഗാസസും പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഫ്രഞ്ച് മാധ്യമ കൂട്ടായ്മയായ ഫോർബിഡൻ സ്റ്റോറീസ് ആണ് NSOയുടെ ചാരവലയത്തിൽപ്പെട്ട 1,00,000 നമ്പറുകൾ ഉൾക്കൊള്ളുന്ന ഡാറ്റാബേസ് ശേഖരിച്ചത്. അവർ അത് ലോകത്തെ 17 പ്രമുഖ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചു. ആ മാധ്യമങ്ങൾ ഈ നമ്പറുകൾ വിശകലനം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടു. പെഗാസസ് പ്രോജക്ട് എന്നറിയപ്പെടുന്ന സമീപകാലത്തെ ഏറ്റവും വലിയ ജേർണലിസം പ്രോജക്റ്റിൽ ആംനസ്റ്റി ഇന്റർനാഷണലും സഹകരിച്ചിട്ടുണ്ട്. ആംനസ്റ്റിയുടെ സെക്യൂരിറ്റി ലാബിൽ ഫോണുകൾ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് പെഗാസസ് ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തിയത്. ഇതുവരെ പരിശോധിച്ച നമ്പറുകളിൽ പകുതിയിലും പെഗാസസ് ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഫോണുകളിൽ പെഗാസസ് ആക്രമണത്തിന്റെ ട്രേസുകൾ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഈ പരിശോധനകൾ അപൂർണമാണ്. എന്നാൽ iOS ഫോണുകളിൽ ആക്രമണം നടന്നതിന്റെ അടയാളങ്ങൾ ബാക്കിയുണ്ട്. ഇന്ത്യയിൽ 10 ഫോണുകളിൽ പെഗാസസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ്, ഗാർഡിയൻ, ലാമോണ്ടെ, ഹാരറ്റ്സ് അടക്കം ലോകത്തെ ഏറ്റവും പ്രമുഖമായ മാധ്യമ സ്ഥാപനങ്ങളിലെ 80 മാധ്യമ പ്രവർത്തകരാണ് പെഗാസസ് പ്രോജക്റ്റിൽ പ്രവർത്തിച്ചത്. ദ വയർ ആണ് ഇന്ത്യയിലെ പങ്കാളി. NSOയുടെ ഡാറ്റാബേസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അടക്കമുള്ളവരുടെ നമ്പറുണ്ട്. ഇവരടക്കം 10 പ്രധാനമന്ത്രിമാരും 3 പ്രസിഡന്റുമാരും പട്ടികയിലുണ്ട്. 45 രാജ്യങ്ങളിലാണ് പെഗാസസിന്റെ പ്രയോഗം നടന്നിട്ടുള്ളത്. ഇന്ത്യയും സൗദി അറേബ്യയും UAEയും അടക്കമുള്ള രാജ്യങ്ങളിൽ
ഭരണകൂടങ്ങൾക്ക് സവിശേഷ താൽപര്യമുള്ളവരോ ഭരണകൂടത്തിന്റെ എതിരാളികളോ ആണ് ചാരപ്രവർത്തനത്തിന് ഇരയായിട്ടുള്ളത്. സർക്കാരുകൾക്ക് മാത്രമേ ഇസ്രായേൽ കമ്പനി ഈ സോഫ്റ്റ്വെയർ വിറ്റിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആരാണിത് ഉപയോഗിച്ചത് എന്നതിലോ എന്തിന് ഉപയോഗിച്ചു എന്നതിലോ ഒരു സംശയത്തിനും ഇടയില്ല. ഇന്ത്യയിൽ പെഗാസസ് ഉപയോഗിച്ചുള്ള ചാരപ്രവർത്തനത്തിന്റെ പാറ്റേൺ വളരെ വ്യക്തമാണ്. ഭരണകൂടത്തിന് ഓരോ ഘട്ടത്തിലും നിരീക്ഷിക്കേണ്ടവരെയാണ് നിരീക്ഷിച്ചിട്ടുള്ളത്. NSOയിൽ നിന്ന് സർക്കാർ പെഗാസസ് വാങ്ങിയിട്ടില്ല എന്ന് ഇതുവരെയായിട്ടും എവിടെയും സർക്കാർ പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വെളിപ്പെടുത്തലിനെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ളതെന്നും പാർലമെന്റ് സമ്മേളനം അലങ്കോലമാക്കാനുള്ളതെന്നുമൊക്കെ വിശേഷിപ്പിച്ച് ദുർബലമായ പ്രതിരോധം തീർക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ മന്ത്രിമാരും സർക്കാർ വിലാസം മാധ്യമങ്ങളും. ഇന്ത്യയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതും 17 ലോകമാധ്യമങ്ങൾ 45 രാജ്യങ്ങളിലെ ചാരവൃത്തി പുറത്തു കൊണ്ടുവരുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള വെളിപ്പെടുത്തലേ അല്ല എന്നതുകൂടി ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ ചാരവൃത്തിക്ക് ഇരയായവരിൽ രാഷ്ട്രീയ എതിരാളികളും മാധ്യമപ്രവർത്തകരും മാത്രമല്ല ഉള്ളത്. ഭരണഘടനാ സ്ഥാപനങ്ങളും അന്വേഷണ ഏജൻസികളും വരെ ചാരവലയത്തിൽപ്പെട്ടിട്ടുണ്ട്. ചുറ്റുമുള്ളവരെ സംശയത്തോടെ കാണുന്ന, ആരെയും വിശ്വാസമില്ലാത്ത, അരക്ഷിതത്വബോധം വേട്ടയാടുന്ന ഒരേകാധിപതിയുടെ മനസ്സ് ഈ ചോർത്തലുകളിൽ തെളിഞ്ഞു കാണാം. Who authorized Pegasus? Which agency, which person authorized Pegasus? As we all know, Pegasus cannot be bought by a private individual. It has to be bought by a government. It is a weapon. So our first question was, who authorized Pegasus? Our second question was, who are the victims of Pegasus? Who was it used against? ഇന്ത്യയിൽ അന്വേഷണ ആവശ്യങ്ങൾക്കായി നിയമവിധേയമായ ഫോൺ ടാപ്പിംഗിന് നിർദ്ദേശം കൊടുക്കാൻ അധികാരമുള്ളയാളാണ് CBI മേധാവി. ആ CBI മേധാവിയും CBIയിലെ പ്രമുഖ ഉദ്യോഗസ്ഥരും പെഗാസസ് പ്രയോഗത്തിന് ഇരയായിട്ടുണ്ട്. അതെപ്പോഴാണ് എന്നതുകൂടി ശ്രദ്ധിക്കണം. 2018 ഒക്ടോബർ 23 അർദ്ധരാത്രി CBI മേധാവി അലോക് വർമ്മയെ സ്ഥാനത്തു നിന്ന് മാറ്റിയത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അർദ്ധരാത്രിയിലെ അട്ടിമറി എന്നാണ് അന്ന് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. റഫാൽ ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രശാന്ത് ഭൂഷണും അരുൺ ഷൂരിയും CBI ഡയറക്ടറെ കണ്ട് 3 ആഴ്ച തികയും മുൻപായിരുന്നു ഈ സ്ഥാനചലനം. മോദി ഷാ കൂട്ടുകെട്ടിന്റെ വലം കൈ എന്നറിയപ്പെടുന്ന ഗുജറാത്ത് കേഡർ IPSകാരൻ രാകേഷ് അസ്ഥാനയ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ സ്ഥാനചലനം. ഈ കാലയളവിലാണ് അലോക് വർമ്മയുടെ ഫോണിൽ പെഗാസസ് വഴി ചാരപ്രവർത്തനം നടന്നത്. വർമ്മയുടെ ഫോൺ മാത്രമല്ല, ഭാര്യയുടെയും മകളുടെയും മകളുടെ ഭർത്താവിന്റെയും അടക്കം അലോക് വർമ്മയുമായി ബന്ധപ്പെട്ട 8 ഫോണുകൾ നിരീക്ഷിക്കപ്പെട്ടു. റഫാൽ വിവാദം കത്തിനിന്ന കാലത്താണ് അനിൽ അംബാനിയുടെയും അദ്ദേഹത്തിന്റെ റിലയൻസ് ഗ്രൂപ്പിലെ ഉന്നതരുടെയും ഫോണുകളിൽ ചാരവൃത്തി നടക്കുന്നത്. റഫാൽ വിമാനങ്ങൾ ഇന്ത്യക്ക് വിറ്റ ദസോ ഏവിയേഷന്റെ ഇന്ത്യയിലെ പങ്കാളിയായിരുന്നു അനിൽ അംബാനി ഗ്രൂപ്പ്. ദസോ ഏവിയേഷൻ പ്രതിനിധികളുടെ ഫോണും പെഗാസസ് ഡേറ്റാബേസിൽ ഉണ്ട്. റഫാൽ വിവാദം വിശദമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകൻ സുശാന്ത് സിംഗും നിരീക്ഷിക്കപ്പെട്ടിരുന്നു. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചാരവലയത്തിലായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു അത്. പ്രചാരണ റാലികളിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അശോക് ലവാസ നിലപാടെടുത്തിരുന്നു. മറ്റ് 2 കമ്മീഷണർമാരായ സുശീൽ ചന്ദ്രയ്ക്കും സുനിൽ അറോറയ്ക്കും മറിച്ചായിരുന്നു അഭിപ്രായം. ഈ നിലപാടിന് പിന്നാലെയാണ് അശോക് ലവാസയുടെയും കുടുംബാംഗങ്ങളുടെയും ഫോണുകളിൽ ചാരവൃത്തി നടന്നത്. സീനിയോറിറ്റി അനുസരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകേണ്ട ആളായിരുന്നു ലവാസ. എന്നാൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന നിലപാടെടുത്തതിന് ശേഷം മറ്റു ചില സംഭവങ്ങൾ കൂടി നടന്നു. ഇൻകം ടാക്സും EDയും ലവാസയുടെ കുടുംബാംഗങ്ങളെ വളഞ്ഞു. ഭാര്യയ്ക്ക് ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടി. മകന്റെ കമ്പനി ED അന്വേഷണം നേരിട്ടു. തുടർന്ന് സഹോദരിയും EDയുടെ സമ്മർദ്ദത്തിലായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകാൻ നിൽക്കാതെ അശോക് ലവാസ ADBയുടെ ഉദ്യോഗസ്ഥനായി രാജ്യം വിട്ടുപോകുന്നതാണ് പിന്നീട് കണ്ടത്. മോദിയുടെ ചട്ടലംഘനം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 2 അഭിപ്രായമുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ എക്സ്പ്രസ് ലേഖിക ഋത്തിക ചോപ്രയും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം സ്ഥാപകൻ ജഗദീപ് ചോക്കറും സമാനമായ സമയത്ത് ചാരവൃത്തിക്ക് ഇരയായിട്ടുണ്ട്. പെഗാസസ് പ്രോജക്ടിലെ കണ്ടെത്തലുകൾ പാർലമെന്റിൽ നിഷേധിച്ച ഇപ്പോഴത്തെ IT മന്ത്രി അശ്വിനി വൈഷ്ണവും കുടുംബാംഗങ്ങളും ചോർത്തലിന് ഇരയായിട്ടുണ്ട് എന്നതാണ് കൌതുകകരമായ ഒരു കാര്യം. BJPയിൽ ചേരും മുൻപ് ബിസിനസ്സുകാരനായിരിക്കെ 2017 വൈഷ്ണവും ഭാര്യയും ചാരവൃത്തിക്കിരയായത്. വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ 2 പദ്ധതികൾ സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. മധ്യപ്രദേശിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് പട്ടേലാണ് മറ്റൊരാൾ. ഉമാഭാരതിയുടെ വിശ്വസ്തനും ശിവരാജ് സിംഗ് ചൌഹാന്റെ എതിരാളിയുമായ പ്രഹ്ലാദിനെ കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയിൽ തരം താഴ്ത്തിയിരുന്നു.
പാർട്ടിയുടെ അനുമതിയില്ലാതെ സ്മൃതി ഇറാനെ നിയമിച്ച വിശ്വസ്തനായ ഒഡിസി സഞ്ജയ് കച്റു, രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരിക്കെ വസുന്ധര രാജയുടെ പേഴ്സണൽ സെക്രട്ടറി തുടങ്ങിയവരൊക്കെ നിരീക്ഷണ വലയത്തിലായിരുന്നു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും ചാരവൃത്തിക്കിരയായത്. പ്രശാന്ത് കിഷോറിന്റെ ഫോൺ സെക്യൂരിറ്റി ലാബിൽ ഫോറൻസിക് പരിശോധന നടത്തി പെഗാസസ് ഇൻഫെക്ഷൻ സ്ഥിരീകരിച്ചിരുന്നു. ഐ മെസ്സേജ് വഴിയുള്ള സീറോ ക്ലിക്ക് ആക്രമണമാണ് കിഷോറിന്റെ ഫോണിൽ ഉണ്ടായത്. കിഷോർ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സന്ദർശിക്കുന്ന വേളയിൽ ഈ കഴിഞ്ഞ ജൂലൈ 13 തീയതി പോലും ഫോണിൽ പെഗാസസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാഹുൽ ഗാന്ധി ചാരപ്രവർത്തനത്തിനിരയായത്. രാഹുലിന്റെ 2 ഫോണുകളിൽ പെഗാസസ് പ്രയോഗിക്കപ്പെട്ടു. രാഹുലിന്റെ 5 സുഹൃത്തുക്കളും ചോർത്തലിനിരയായി. ഇവർക്ക് യാതൊരു രാഷ്ട്രീയ ബന്ധവുമില്ല. തികച്ചും വ്യക്തിപരമായി രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തുക്കളായ ആളുകളാണ് ഇവർ എന്നതുകൂടി ഓർക്കണം. ബി.ജെ.പി. സർക്കാർ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ അമിത്ഷായുടെ മകൻ ജയ്ഷാ സ്വത്തിൽ വലിയ വർധനയുണ്ടാക്കി എന്ന് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമപ്രവർത്തക രോഹിണി സിംഗിനെ പെഗാസസ് പിടികൂടുന്നത്. സിദ്ധാർത്ഥ് വരദരാജനും M.K. വേണുവും അടക്കം സർക്കാരിനെ വിമർശനാത്മകമായി സമീപിക്കുന്ന മാധ്യമപ്രവർത്തകർ, ഉമർ ഖാലിദും അനിർബൻ ഭട്ടാചാര്യയും അടക്കമുള്ള വിദ്യാർത്ഥി നേതാക്കൾ, കോർപ്പറേറ്റുകളുടെ ഖനി ചൂഷണത്തിനെതിരെ അടക്കം പോരാടുന്ന ആക്ടിവിസ്റ്റുകൾ, അംബേദ്കറൈറ്റുകൾ ഒക്കെ പെഗാസസ് പട്ടികയിലുണ്ട്. ഇന്ത്യയിൽ ആരാണ് പെഗാസസ് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് ഇനി സംശയം വല്ലതും ബാക്കിയുണ്ടോ? ബിഗ് ബ്രദർ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഓർവീലിയൻ സ്റ്റേറ്റ് എന്ന് നിരീക്ഷിച്ചത്. എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് പെഗാസസ് ഗേറ്റ് നൽകിയത്. ഏകാധിപതികളുടെ അതേ ടൂളും അടിച്ചമർത്തലും കൈമുതലാക്കിയവരാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇപ്പോൾ നയിക്കുന്നത്. ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധ നിരീക്ഷണത്തിൽ നിന്ന് പൌരന്മാരെ രക്ഷിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. രാജ്യസുരക്ഷ എന്ന വ്യാജ പ്രതിരോധ കവചത്തിൽ ഒളിച്ചിരുന്ന സർക്കാരിനെ വലിച്ചു പുറത്തിട്ടിരിക്കുന്നു കോടതി. ഇന്ത്യ ഒരു ഭരണഘടനാ ജനാധിപത്യമാണെന്നും ഫാഷിസ്റ്റ് സ്റ്റേറ്റ് അല്ലെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണിത്. അതേസമയം തന്നെ അത്യന്താധുനിക മാൽവെയർ ടൂളുകൾ ഉപയോഗിച്ച് വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഭരണകൂടം ജയിലിലടച്ചവരെ കൂടി കോടതി ഓർക്കണം. ലാപ്ടോപ്പുകളിൽ നെറ്റ്വയർ എന്ന ടൂൾ ഉപയോഗിച്ച് തെളിവുകൾ പ്ലാൻ ചെയ്താണ് ഇന്ത്യയിലെ 1ാം നിര മനുഷ്യാവകാശ പ്രവർത്തകരെയും അക്കാദമിക്കുകളെയും ജയിലിലടച്ചത്. അവരിപ്പോഴും ജാമ്യം പോലും കിട്ടാതെ തടവറയിലുണ്ട്. ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിലും ആശുപത്രിയിലും കിടന്ന് നരകിച്ചു മരിച്ചു. ഈ വർഷം ആദ്യം ആക്ടിവിസ്റ്റ് റോണ വിൽസന്റെ അഭിഭാഷകൻ ബോംബെ ഹൈക്കോടതിയിൽ ഒരു സൈബർ ഫോറൻസിക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അമേരിക്കയിലെ മസാച്യൂസെറ്റ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഴ്സണൽ കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന്റെ റിപ്പോർട്ടായിരുന്നു അത്. ഭീമ കൊറേഗാവ് കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ആക്ടിവിസ്റ്റുകളെ സൈബർ അറ്റാക്ക് വഴി കുടുക്കുകയായിരുന്നു എന്നതാണ് റിപ്പോർട്ടിന്റെ രത്ന ചുരുക്കം. പൌരാവകാശ പ്രവർത്തകരുടെ കമ്പ്യൂട്ടറുകളിലേക്ക് ഇമെയിൽ രൂപത്തിൽ മാൽവെയർ എത്തുകയും ഇതറിയാതെ മെയിൽ ഓപ്പൺ ചെയ്തവരുടെ കമ്പ്യൂട്ടറുകൾ സൈബർ അറ്റാക്ക് നടത്തിയവരുടെ നിയന്ത്രണത്തിലാകുകയും ചെയ്തു. അമേരിക്കയിലെ വാഷിംഗ്ടൺ പോസ്റ്റ് ദിനപത്രം ഈ സൈബർ അറ്റാക്കിന്റെ വിശദ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റ് 15 പേരും സമാനമായ നിലയിലാണ് കേസിൽ കുടുക്കപ്പെട്ടത്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കോടതി മുൻപാകെ ഉണ്ടായിട്ടും ജാമ്യം പോലും കിട്ടാതെ തടവറയിൽ കഴിയുകയാണ് ആക്ടിവിസ്റ്റുകൾ. ഫാദർ സ്റ്റാൻ സ്വാമി മരിച്ചപ്പോൾ നട്ടുച്ചയ്ക്ക് പിറന്ന കൂരിരുട്ട് എന്ന പേരിൽ മുൻ ജഡ്ജി ജസ്റ്റിസ് A.P. ഷാ ഒരു ലേഖനം എഴുതിയിരുന്നു. ഭരണകൂടം നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ പൌരന്മാരെ വേട്ടയാടുന്നത് സുപ്രീം കോടതിയുടെ പരാജയമാണ് എന്ന് ഖണ്ഡിതമായി സ്ഥാപിക്കുകയായിരുന്നു ആ ലേഖനത്തിൽ വിശ്രുത ന്യായാധിപൻ. പെഗാസസ് വിഷയത്തിൽ ഉജ്ജ്വല ഇടപെടൽ നടത്തിയ നീതിപീഠം പൌരാവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഇടപെടണം. ഭരണഘടനാ അവകാശങ്ങളുടെ കാവലാളായി ഇന്ത്യക്കാർക്ക് ആശ്രയിക്കാൻ വേറെ ഒരു സ്ഥാപനവുമില്ല. പെഗാസസ് വിധി തുരങ്കത്തിനപ്പുറത്ത് വെളിച്ചമുണ്ട് എന്ന ആശ്വാസം നൽകുന്നതാണ്. പ്രതീക്ഷ മാത്രമാണ് ബാക്കി. നിലപാട് ഇനി അടുത്തയാഴ്ച.